നിങ്ങളുടെ മൊബൈലിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വന്നിട്ടുണ്ടോ? എങ്കിൽ ഈസിയായി മൊബൈലിലൂടെ തന്നെ ലൈസൻസും ആധാറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്. അതിനായി ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന parivahan.government.in എന്ന ലിങ്ക് സെലക്ട് ചെയ്യുക. അപ്ഡേറ്റ് യുവർ മൊബൈൽ നമ്പർ എന്നൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത് കാണാം. ഇതിൽ വാഹൻ എന്നും സാരഥി എന്നും 2 ഓപ്ഷൻ കാണാം. ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നില്ലെങ്കിൽ ഈ സൈഡിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൺലൈൻ സർവീസസ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത് കാണാം. ഇതിൽ വാഹൻ എന്നത് RC ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ളതാണ്. സാരഥി എന്നതിന് താഴെയുള്ള ലിങ്ക് വഴിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ളത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ DL നമ്പറിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യുക. 15 ഡിജിറ്റുള്ള ലൈസൻസ് നമ്പർ വേണം ഇവിടെ കൊടുക്കാൻ. 15 ഡിജിറ്റ് ഇല്ലാത്ത പഴയ ലൈസൻസ് ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ് കോഡ് KL എന്നും അതിനുശേഷം RTO കോഡാണ് വരുന്നത്. പിന്നെ ഒരു സ്പേസ് ഇട്ട ശേഷം ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഇയറാണ് വരിക. അതിനുശേഷം 15 അക്കമാകാൻ എത്ര നമ്പർ വേണോ അത്രയും 0 ചേർത്ത ശേഷം ലൈസൻസ് നമ്പർ കൊടുക്കുക. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലൈസൻസ് ലാസ്റ്റ് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. താഴെ ക്യാപ്ച കോഡ് തെറ്റാതെ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ ഇവിടെ 2 ഓപ്ഷൻ കാണാം, ആധാർ എന്നും വെർച്വൽ ID എന്നും. ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെയായി ID നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങൾ ആധാറാണ് സെലക്ട് ചെയ്യുമെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. വെർച്വൽ ID ആണെങ്കിൽ വെർച്വൽ ID നമ്പറും എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് ജനറേറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് ഇവിടെ എൻ്റർ ചെയ്ത് താഴെ കാണുന്ന 3 ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഓതൻറ്റിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലൈസൻസ് ഹോൾഡറുടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും. ഇവിടെ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് പേജിൽ ലൈസൻസ് ഹോൾഡർ നെയിം, ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പർ എല്ലാം കാണാൻ സാധിക്കും. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. തുടർന്നുള്ള പേജിൽ ന്യൂ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളതാണ്. അവിടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വേണം കൊടുക്കാൻ. മൊബൈൽ നമ്പർ കൺഫേം ചെയ്ത ശേഷം പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. ഈ നമ്പറിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇവിടെ OTP വെരിഫൈഡ് എന്ന് കാണിക്കുന്നതാണ്. താഴെ കാണുന്ന പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് ആധാർ എന്ന മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ സിമ്പിളായി നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസും ആധാറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്.